സണ്ണി സണ്ണി അത് കൊള്ളാം. ഇന്നലെ രാത്രി ഇവിടെയാണോ കിടന്നുറങ്ങിയത്? അതെ, ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ നേരം വളരെ ഇരുട്ടി. കലാപരിപാടിയോ? എന്ത് കലാപരിപാടി? ഇവിടെ ആരാ ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്നത്? ഇവിടെ ആരും പഠിക്കുന്നില്ലല്ലോ. പിന്നെ ഇന്നലെ മോളത്തെ മുറിയില് ആരോ ചെലങ്ക കിട്ടി നൃത്തം ചെയ്യുന്ന കേട്ടു. ചെലങ്ക കേട്ടോ? ആ സണ്ണി അത് ശരിക്കും കേട്ടോ? കേട്ടു, പക്ഷെ ആർട്ടിസ്റ്റിനെ കണ്ടില്ല. ആ മുകളിലെ തെക്കേ അറ്റത്തെ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. രാത്രി അതിൻ്റെ അകത്ത് ആരാ കിടക്കാറ്? ഇല്ല, അതിപ്പോ പൂട്ടാറില്ലല്ലോ. തെക്കിനി മുറിയാ, അതിലാരും കിടക്കാറുമില്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. ചായ പിന്നെ കുടിക്കാം. ആ കണ്ണാടിങ്ങടുത്ത് വാ. ഇത് പൂട്ടിയിട്ടില്ലല്ലോ. പൂട്ടിയിട്ടില്ല? അത് ശരി. അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിനി അല്ലേ? അയ്യോ, ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. ഈ മറ്റേ പാർട്ടി എവിടെ? ആ നർത്തകി വാ. അതാണ്. എനിക്കപ്പോ തെറ്റി, പാടെ തെറ്റി. എന്താ? ആ കാരണവര് വെറും പാവ, പരമശുദ്ധൻ. അതെന്താ? ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകിയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാരണവര് പിടിച്ചോണ്ട് പോയി എനിക്കൊരു പരാതിയില്ല. എങ്ങനെ പിടിച്ചോണ്ട് പോവായിരിക്കും? എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. സണ്ണിക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീട് കാണണ്ടേ? വാ. ദേ, അപ്പൊ ഇവിടെ വന്നിന്നാണ് പണ്ട് നാഗവല്ലി ഒരു മുറൈ വന്ന് പാരായോ പാസലേ നടിവാരായോ. സണ്ണിക്ക് നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? ദേ, മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്ക എവിടെ? അതവിടെ എവിടെയെങ്കിലും കാണുന്നേ. അയ്യോ, എന്റെ ചായ തണുത്തു, എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള. അവിടെ താൻ നടക്കുമ്പോ എന്തോ ഒരു ശബ്ദം. താൻ നടക്കുമ്പോ എന്തോ ഒരു കിലുക്കം. ചിലങ്ക ഇതെവിടെ കിട്ടി? ആ തളത്തിന് കിട്ടിയതാ. അത് ശരി, താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടോണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ? പിന്നെന്തിനാ പോക്കറ്റ് ഇട്ട്? അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാല്, അല്ല പോക്കലിട്ട് നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേൾക്കുമെന്ന് അറിയാനാ. ഓഹോ, അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. എന്തായത് വേണോ? എന്നാപ്പോ കിണ്ടി അല്ല കിണ്ടി 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 കിണ്ടി. എന്താ എങ്ങനെയുണ്ട്? എന്തിനാ ഇന്നലെ രാത്രി വന്ന് അങ്ങനെ വിളിച്ചത്? അതും ചികിത്സയുടെ ഭാഗമായിരിക്കും. ശ്രീദേവിക്ക് എന്തു തോന്നിയാലും അത് നല്ല ലക്ഷണമാണ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? എന്തോന്നാ ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നോട് ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേന്ന്. അയ്യോ, എടി കൊച്ചേ, നിന്നെ അയാൾ ജനലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു. അയാൾ ആള് പെശകാ. വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ.
നോക്കി കണ്ടുമൊക്കെ നടന്നോണം. എനിക്ക് ചുമ്മാ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നേ. അമ്പലത്തിലേക്ക് പോവാം. ആ എങ്കിൽ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോ. എന്താ? അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോ. എന്തിന്? എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം. വേണമെങ്കിലേ നിന്റെ മുറപ്പെണ്ണിന്റെ കൂടെ കയറി കിടക്കാം. കിടക്കട്ടെ. അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം. മുറപ്പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകണ്ട. നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ. എന്നിട്ട് കഴിയുന്നത്ര അടുത്തിടപഴകാൻ നോക്ക്. ബാല്യത്തിലെന്ന പോലെ ഞാനതൊക്കെ ഒന്ന് കാണട്ടെ, ഒന്ന് പഠിക്കട്ടെ. അത് വേണോ? വേണം 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 വേണം. അത് വേണം നകുല. പാവം, ട്രീറ്റ്മെന്റ് വല്ലതും നിശ്ചയിച്ചോ? ഈ കാണുന്നതൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ. അതെന്താ? പഴയ പാർട്ടികളാ ഇക്കണക്കിനാ എന്റെ ട്രീറ്റ്മെന്റ് എങ്കില് ഗംഗയ്ക്ക് വേറെ കല്യാണം ആലോചിക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോ നകുലേട്ടനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ, അത് വിട്ടേരെ. അല്ലേലും സണ്ണി ഇങ്ങനെ തന്നെയാ, എന്തിലും ദോഷം മാത്രമേ കാണൂ. അതെ അതെ ശരിയാ. നിങ്ങളുടെ ഈ മാടമ്പള്ളി തെക്കിനിയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. തെക്കിനില്ലോ? എന്താ? വേറൊന്നുമല്ല, അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം. വില പിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയാ. എന്താ ഇത് കണ്ടോ? ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150 പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. ആ എന്നാ തെറ്റി. ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലുമില്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെയാ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി. പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ് ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല. ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതേന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1000 തവണ വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട 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 വേണ്ട. നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോയി പണിയോ പോ. എന്താ സണ്ണി, എന്തു പറ്റി? ചുമ്മാ കിടന്ന് തർക്കിക്കാന്നേ. മനുഷ്യന്റെ ഒരുമാതിരി. ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ. തന്റെ ഭാര്യയൊക്കെ സമ്മതിച്ചു. എന്നാലും നീ എന്താ ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ? പോട്ടടാ. ആ പോട്ടെ. അതാ പോക്കോ, ഞാൻ പിന്നെ വന്നോളാം. ആ. யாரது? 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 ഞാൻ ശങ്കരൻ തമ്പി. துரோகி! கதவை தர! தர கதவை! கதவை தர! നീ ആര്? நானா? சண்டாளா! என்னையா யாருன்னு கேக்குற? நான் தாண்டா நாகவல்லி. எதுக்காக வந்தே? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. கதவை தர! உன்னால என்ன கொல்ல முடியாது நாகவல்லி. கொல்லுவேன், கண்டிப்பா கொல்லுவேன். வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன். அப்பத்தான் என் ஆத்திரம் அடங்கும். அப்ப துர்காஷ்டமி அன்னைக்கு வா. இப்ப போ நாகவல்லி, போ. போறேன், இப்ப போறேன்.
நிச்சயமா திரும்பி வருவேன். உன்னை கொல்வேன். உன் ரத்தத்தை குடிப்பேன். നകുലകുട്ടിയെ, ഇനി ഭയപ്പെടാനൊന്നുമില്ല. എന്റെ മുജ്ജന്മ സുഹൃതം കൊണ്ട് കാര്യങ്ങളൊക്കെ നേരെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാക്ഷാൽ പുല്ലാറ്റുപുറം ബ്രഹ്മത്തൻ നമ്പൂരിപ്പാട് ഒരു കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട. പ്രശ്നവിധിയൊന്നും നോക്കിയിട്ടില്ല. ഇനി അഥവാ ഇവിടെ വല്ല ഉച്ചാരണമോ ആവാഹനമോ ഉച്ചാരണമോ ആവാഹനമോ വേണ്ടി വന്നാൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്നോളാം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ പിന്നെ കുടുംബക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവം ഈ വർഷം മുതൽ നടത്തണത്രേ. താങ്കര് തടസ്സമൊന്നും പറഞ്ഞേക്കരുത്. കുടുംബത്തിന്റെ മൊത്തം കാര്യ. ഉത്സവം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ അമ്മാവൻ ഈ മന്ത്രവാദികളെയൊക്കെ... താൻ എന്ത് പാടോ ഈ പറയുന്നത്? താനിക്കൊരു ചുക്കും അറിയത്തില്ല. എടോ, ശ്രീദേവിയെ ചികിത്സിക്കാനെന്നും പറഞ്ഞ് താൻ ഇവിടെ ഒരുത്തനെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വലിയ അപകടമാ. മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തിക്കളയും. ആ, ഇവിടെ വന്ന അങ്ങേരാണെങ്കിൽ പെണ്ണുങ്ങൾ ഇടയ്ക്കൊന്നും മാറുകയില്ല. എന്ത് അങ്ങേര്? ഉണ്ട് ദേ പോണു. എവിടെ? ദേ പോണു. അവിടെ ചേടാ, ഇയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്താ വഴി? ഡോക്ടറാണ് പോലും. എന്ത് ഡോക്ടർ? ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവനും ഭ്രാന്ത് പിടിപ്പിക്കും. ഞാൻ അളിയോ, തമ്പിളിയാ, ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും താൻ അവിടെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് കയറിയല്ലേ? എന്താ താൻ എന്താ തന്നെ പഠിക്കുന്നത്? BA എന്താ തന്റെ സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. ഹിന്ദിയാ? അല്ല, ഹിന്ദി. പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം? എന്നോട് കളിക്കരുത്. ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. താൻ കോളേജ് മിമിക്രി കാണിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എതുക്ക് എപ്പടി തമിഴിലെ പേശാൻ? ഇടോ, തന്നെ കണ്ടാൽ തന്നെ അറിയാവിടെ താൻ ഒരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ. താൻ രാത്രി പുറത്തെവിടെ അവിടെ കറങ്ങി നടക്കുന്നത്? മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ അവിടെ ഇരിക്കുന്നത്? ഞാൻ കൊന്നില്ലല്ലോ. സത്യം പറഞ്ഞോ, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. എനിക്ക് ഇതിന്റെ രഹസ്യമൊക്കെ ഒന്ന് അറിയണം. എല്ലാരും കൂടെ എന്നെ ശ്രീദേവി ചേച്ചി വെറുതെ ഭ്രാന്തിയാക്ക. എനിക്കറിയാം. ചന്തക്കുട്ടാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവമാണെന്ന്. ഈ നാട്ടിൽ ആരോടും ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഇത് കൊടുക്ക. എല്ലാരും വലിയ സീരിയസാ. വാ 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 വാ. ഞാനിപ്പോ ചന്തുവിനോട് തമാശ അല്ലാത്തൊരു കാര്യം പറയാൻ പോവാ. രാത്രി കാലങ്ങളിൽ ചന്തു പുറത്തിറങ്ങി നടക്കരുത്. നിങ്ങളുടെ ഈ തറവാട്ടിൽ അടുത്ത് തന്നെ ഒരു കൊലപാതകം നടന്നേക്കാം. എന്താ എന്റെ മുഖത്ത് നോക്കിയിട്ട് തമാശ പറയാണെന്ന് തോന്നുന്നോ? തമാശയല്ല. ഏത് നിമിഷവും സംഭവിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ. ഏതായാലും ഈ വരുന്ന ദുർഗാഷ്ടമിക്കപ്പുറം അത് പോവില്ല. ഇപ്പൊ ചന്തു മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ. ഇവിടെ വേറെ ആരും ഇതറിയാൻ പാടില്ല.
അതിനെന്താ ചെയ്യേണ്ടത്? നോക്കാം. ചന്തുവിന് എന്നെ വിശ്വാസമുണ്ടോ? എങ്കിലും ഈ ഏവൂരെന്ന് പറഞ്ഞ സ്ഥലം എവിടാ? ഏവൂരോ? അതങ്ങ് ദൂരെയാ. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം. താമസിക്കണ്ട, അല്ലിയുടെ സൈക്കിളിൽ പോവാം. അയ്യോ 10-70 കിലോമീറ്റർ ഉണ്ട്, ബസ്സിലേ പറ്റൂ. 70 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ സൈക്കിളിൽ തന്നെ പോവാം. ചെന്ന് അല്ലിയുടെ സൈക്കിൾ എടുത്തുണ്ടോ, വേഗം ചെല്ലേ.